നാല് ദിക്കിലുമുള്ള കടലുകളെ അടക്കി ഭരിക്കുന്ന ചക്രവർത്തിമാർ വീഴുന്നതിന് മുമ്പ്, ദൈവങ്ങളെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് കടലിന് വളരെ വലിയ സ്വപ്നങ്ങൾ വഹിച്ചുകൊണ്ടുപോയ ഒരു ചെറിയ കപ്പലുണ്ടായിരുന്നു. ഇതിഹാസ കപ്പലുകളുടെ പീരങ്കികളും കൂറ്റൻ നങ്കൂരങ്ങളും ഇല്ലാതെ പുഞ്ചിരിക്കുന്ന മുഖവും ഗ്രാൻഡ് ലൈനിൽ കിടക്കുവാൻ തക്ക ശക്തമായ ഹൃദയവും മാത്രമും ഉണ്ടായിരുന്ന ഒരു ചെറിയ കപ്പൽ. ദയിൽ നിന്ന് ജനിച്ച് വിശ്വാസത്താൽ വഹിച്ച് ഭക്തിയാൽ നശിപ്പിക്കപ്പെട്ടുപോയ ഇവളുടെ കഥയിൽ കീഴടങ്ങിപ്പോയത് സമുദ്രങ്ങളല്ലായിരുന്നു, മറിച്ച് ഹൃദയങ്ങളായിരുന്നു. ഉടഞ്ഞ ശരീരവും തകർക്കുവാനാവാത്ത ഇച്ഛാശക്തിയുമായി അവൾ അസാധ്യമായ കടലുകൾ കടന്നു. ഒരുപക്ഷെ പൈററ്റ്സിനെ വിലയിരുത്തുന്നത് അവരുടെ സ്വപ്നങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എങ്കിൽ ഈ കപ്പൽ കടൽ കൊള്ളക്കാരുടെ രാജാവിന് അർഹമായിരുന്നു. ശരീരം കത്തി ആത്മാവ് വെന്തു വെണ്ണീറാകുമ്പോഴും ത്യാഗത്തിലൂടെ സ്നേഹം പഠിപ്പിച്ച ദ ഗോയിങ് മേറി എന്ന ഇതിഹാസ കപ്പലിന്റെ കഥയാണിത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഗോയിങ് മേറി. ഓക്കെ ഫൈൻ, ഗോയിങ് മേറി നമ്മുടെ ചാനലിലെ ആദ്യത്തെ എല്ലാ ആനിമകളിലും വെച്ച് ആദ്യത്തെ ഒരു ഒബ്ജക്റ്റിനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. റാദർ ദാൻ ഞാൻ ഇതിനെ ഒബ്ജക്റ്റ് എന്ന് വിളിക്കില്ല, കാരണം വൺ പീസ് കണ്ട ഒരാൾക്കും ഇതിനെ ഒരു ഒബ്ജക്റ്റ് കേവലം ഒരു കപ്പലായിട്ട് കാണുവാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. ദ ഗോയിങ് മേറി എന്ന ഇതിഹാസമായ കപ്പൽ. വൺ പീസ് ആനിമെ കണ്ടവർക്കറിയാം, വൺ ഓഫ് ദി ഏർലി സാഗയിൽ ഏറ്റവും കൂടുതൽ ഇമോഷണലി ഹുക്കപ്പ് ചെയ്യപ്പെട്ട ഒരു കഥാസന്ദർഭം ഈ ഗോയിങ് മേറിയുടെ ഒരു ഫ്യൂണറലായിരുന്നു. വൈക്കിംഗ് രീതിയിൽ ഫ്യൂണറൽ നടത്തിയ സ്ട്രോ ഹാറ്റ്സിന്റെ ആ ഒരു മാനസികാവസ്ഥ സ്പെക്ടേറ്റർ എന്ന രീതിയിൽ നമുക്ക് ഉള്ളിൽ തട്ടുന്നതെന്ന് നിസ്സംശയം പറയാം. സോ അത്തരമൊരു കപ്പലിന്റെ എൻ്റയർ സ്റ്റോറി ലൈനാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതായത് ആ കപ്പൽ എങ്ങനെ ഉണ്ടായി, അതിൻ്റെ ഒറിജിന്, പവേഴ്സ്, ലെഗസി, ജേണി, അതെങ്ങനെ മരണപ്പെട്ടു വരെയുള്ള കാനോൺ ഡീറ്റെയിൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. സോ ബർത്ത് ഓഫ് എ ഷിപ്പ്, ദ ഗോയിങ് മേറി. വൺ പീസ് അനിമയുടെ ഏറ്റവും ആദ്യത്തെ സാഗ, അതായത് ഈസ്റ്റ് ബ്ലൂ സാഗയിലെ സിറപ്പ് വില്ലേജ് ആർക്കിലാണ് നമ്മുടെ ഗോയിങ് മേറി എന്ന് പറയുന്ന ഷിപ്പ് ഉണ്ടാക്കപ്പെട്ടത്, അല്ലെങ്കിൽ നിർമ്മിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. സോ സിറപ്പ് വില്ലേജിലെ മെറി എന്ന് പറയുന്ന ആള്, അതായത് സിറപ്പ് വില്ലേജിലെ നമ്മുടെ ഉസോപ്പ് കാര്യമായിട്ട് അവിടെ ഒരു പ്രിൻസസിനെ പോലെ നോക്കിക്കൊണ്ടിരുന്ന കായയുടെ ഒരു ബട്ട്ലറാണ് ഈ മെറി. ഈ കായ തന്നെ ഹെൽപ്പ് ചെയ്തതിന് സ്ട്രോ ഹാറ്റ്സിന് ഗിഫ്റ്റ് ചെയ്യുന്ന ഒരു കപ്പലാണ്. അതായത് കായ അത്യാവശ്യം റിച്ച് ആണല്ലോ, ആ ഒരു രീതിയിൽ തിരിച്ചൊരു റിവാർഡ് എന്ന രൂപേണ സ്ട്രോ ഹാറ്റ്സിന് കൊടുക്കുന്ന ഒരു ആദ്യം, അല്ലെ അവരുടെ സ്ട്രോ ഹാറ്റ്സിന്റെ ഫസ്റ്റ് ഷെയർഡ് ഷിപ്പാണ് ഈ പറയുന്ന ഗോയിങ് മേറി. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു കാരവൽ ടൈപ്പ്, സിംബലൈസിങ് ഇന്നസെൻസ് ആൻഡ് കൈൻഡ്നെസ് എന്ന് അടിവരയിട്ട് പറയാം. മങ്കി ഡി ലൂഫിക്കും സ്ട്രോ ഹാറ്റ് പൈററ്റ്സിനും ഗിഫ്റ്റ് ചെയ്യപ്പെട്ട ആ ഒരു കപ്പലാണ് ഈ ഗോയിങ് മേറി. സിറപ്പ് വില്ലേജിലെ കായ എങ്ങനെയാണ്, എന്തുകൊണ്ടാണ് ഇതൊക്കെ കൊടുക്കുന്നതിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ വീഡിയോ സിറപ്പ് വില്ലേജ് ആർക്ക് എക്സ്പ്ലനേഷനിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ ചാനലിൽ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്താൽ മതി വൺ പീസിൻ്റെ. സോ ബാക്ക് ടു നമ്മുടെ ഗോയിങ് മേറി. സോ ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കപ്പലിൻ്റെ ഉത്ഭവം എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ കായയുടെ ഹോപ്പും മേറിയുടെ ഫെയ്ത്തും എല്ലാം കൂടെ ചേർന്ന് സ്ട്രോ ഹാറ്റ്സിന്റെ ഫസ്റ്റ് ഷെയ്ഡ് ഹോമായിട്ട് കാണിക്കുന്ന കപ്പലാണ് ഗോയിങ് മേറി. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം, ഭയങ്കര ഇന്നസെന്റ് ഫീൽ ചെയ്യുന്ന ഒരു കപ്പൽ. തുടർന്ന് നമ്മുടെ ഗോയിങ് മേറിയുടെ ജേണി പറയുകയാണെങ്കിൽ ഈസ്റ്റ് ബ്ലൂ സാഗ അറിയാലോ, മേറി ക്യാരി ചെയ്യുന്നത് ലൂഫി, സോറോ, നാവി, ഉസോപ്പ്, സാഞ്ചി, ഇത്രയും പേരെയാണ്. ഓറഞ്ച് ടൗണും ബറാത്തി, മർലോങ് പാർക്ക് ആക്കും എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നതാണ് കേട്ടോ. ആ ഒരു സർവൈവില് കാനോൺ ഫയറുണ്ട്, ഭയങ്കരമായിട്ടുള്ള കൊടും പേമാരികൾ സർവൈവ് ചെയ്യുന്നുണ്ട്, ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള റിപ്പയേഴ്സ് വരുന്നുണ്ട്, ക്യാപ്റ്റൻസ് എന്നാ പറയുന്നത്, ലൂഫിയെ പോലെ ഒരു റെക്ലെസ് ക്യാപ്റ്റൻ ആദ്യത്തെ നമുക്കറിയാലോ, അത്തരം ഒരു ക്യാപ്റ്റൻ. ഇവൻ തോ ലവ് ഉണ്ട്, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ പോലും അത് അതിജീവിച്ച് വന്നതാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, അത്തരം ഒരു ഷിപ്പ് ഇവർ പോകുന്ന ടൈപ്പ് അഡ്വഞ്ചേഴ്സിന് പറ്റിയതേ അല്ലായിരുന്നു. ഫാർ ബിയോണ്ട് തന്നെ ഇതിനെ പുഷ് ചെയ്തെന്ന് തന്നെ പറയാം. നമുക്കറിയാം, റിവേഴ്സ് മൗണ്ടൈനും ഗ്രാൻഡ് ലൈനിലേക്ക് കയറുന്നതൊക്കെ വേറെ ലെവൽ തന്നെയായിരുന്നു. വൺ പീസ് ഫാൻഡം തിയറീസ് ഒക്കെ നോക്കി തന്നെ അറിയാം, റിവേഴ്സ് മൗണ്ടൈൻ ആർക്ക് ആ ഒരു കപ്പലിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ടതാണ്. എന്നിട്ട് പോലും അത് സർവൈവ് ചെയ്തു, ബാഡ്ലി ഡാമേജ്ഡ് ആയി, എന്നിട്ടും അവരെ ഒന്നും മുക്കിയില്ല. യെസ്, ദ ഗോയിങ് മേറി ഷുഡ് നോട്ട് ഹാവ് സർവൈവ് ഇൻ ദ ഗ്രാൻഡ് ലൈൻ എന്ന് പറയാം. എന്നിരുന്നാലും അത് സർവൈവ് ചെയ്തു. പിന്നെ സ്കൈപ്പിയ ആർക്ക് അറിയാലോ, അതായിരുന്നു ഏറ്റവും ബ്രേക്കിംഗ് പോയിന്റ്. സ്കൈപ്പിയ ആർക്ക് മെറി ഇറിവേഴ്സിബിൾ ആയിട്ടുള്ള സ്ട്രക്ചറൽ ഡാമേജ് ആണ് സഫർ ചെയ്തത്. അവളുടെ കീൽ നമുക്കറിയാം, ആ ഒരു ബാക്ക് ബോൺ, ഒരു കപ്പലിൻ്റെ ബാക്ക് ബോണാണ് ക്രാക്ക് ആവപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കപ്പലിൻ്റെ ഫ്രെയിം വീക്കാകാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ റിപ്പയർ എന്ന് പറഞ്ഞാൽ സൂപ്പർഫിഷ്യലാണ്, അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല, സ്ട്രക്ചറലായിട്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലുമൊക്കെ ചെറിയ കൈപ്പണികൾ മാത്രമേ പറ്റുള്ളൂ. ഈവൻ ദോ
ആ ഒരു വലിയ വൈറ്റ് സീയിലേക്ക് സർവൈവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫാളിങ് സർവൈവ് ചെയ്തിട്ടുണ്ട്. എനേൽസിൻ്റെ ലൈറ്റ്നിങ്, അവർ ഗോഡാണ്. ലിറ്ററലി എനേലിൻ്റെ ലൈറ്റ്നിങ്ങിനെ ഇത് എസ്കേപ്പ് ചെയ്തിട്ട് ആ ഒരു ക്രൂവിനെ സേഫായിട്ട് ഹോമിലേക്ക് എത്തിക്കുന്നുണ്ട് നമ്മുടെ ഗോയിങ് മെറി. അതുകൂടാതെ തന്നെ ദ പവർ എന്ന് റെഫർ ചെയ്യുന്ന, അതായത് ഷിപ്പ് സ്പിരിറ്റ് എന്ന് പറയുന്ന ആ ഒരു സാധനം മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഗോയിങ് മെറി. അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഡീപ്ലി ലൗഡ് ആയിട്ടുള്ളവർക്ക് മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഷിപ്പ് സ്പിരിറ്റ്. ഇത് ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഷിപ്പ് സ്പിരിറ്റ് സംസാരിക്കാൻ തുടങ്ങുകയാണെങ്കിൽ എൻഡ് ഓഫ് ഇറ്റ്സ് ലൈഫ്, അല്ലെങ്കിൽ അതിൻ്റെ കാലാവധി തീരാറായി എന്നുള്ള രീതിയിലാണ്. എന്നിരുന്നാലും നമ്മുടെ ഗോയിങ് മെറിയുടെ ഫസ്റ്റ് ആ ഒരു സ്പിരിറ്റിനെ എൻകൗണ്ടർ ചെയ്യുന്ന ഉസോപ്പാന്ന് നിസ്സംശയം തന്നെ പറയാം. ഇതിനെ തുടർന്ന് വാട്ടർ 7 സാഗ ആവുമ്പോഴേക്കും നമുക്കറിയാം ഏറ്റവും മാസ്റ്റർ ഷിപ്പ്റൈറ്റ് ആയിട്ടുള്ള ഐസ്ബർഗ് കൺഫേം ചെയ്യുകയാണ് ഗോയിങ് മെറി കനോട്ട് സെയിൽ എനിമോർ. ഇനി ഇവളെ കൊണ്ട് പോകാൻ സാധ്യമല്ല, അവളുടെ കീല് ബ്രോക്കണായി, ഇനിയിപ്പോൾ റിപ്പയറും കൊണ്ടൊന്നും ഇവളെ രക്ഷിക്കുവാൻ പറ്റത്തില്ലെന്ന്. ഇതായിരുന്നു സ്ട്രോ ഹാറ്റ്സിൻ്റെ ഫസ്റ്റ് വൺ ഓഫ് ദി മോസ്റ്റ് പെയിൻഫുൾ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്, ഉസോപ്പ് വേഴ്സസ് ലൂഫിയുടെ ആ ഒരു കാരണം. ഉസോപ്പ് മെറിനെ ഒരു ക്രൂമേറ്റ് എന്ന രൂപേണ തന്നെ കണ്ടു. ആ ഒരു രീതിയിൽ, ഐ മീൻ ലൂഫി ആസ് എ ക്യാപ്റ്റൻ അക്സെപ്റ്റ് ചെയ്യണമല്ലോ റിയാലിറ്റി, അതേപോലെ ലൂഫി നിന്നു. ബട്ട് ഉസോപ്പിന് അത് ആ ടൈമിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അവരൊരു ഡ്യുവൽ ചെയ്യുന്നു. ഈ സത്യം പറഞ്ഞാൽ ഷിപ്പിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും അവളെ ഉപേക്ഷിക്കേണ്ടി വരുമല്ലോ എന്നുള്ള ഒരു ഇമോഷണൽ ഫീലിംഗ് ആണ് ഉസോപ്പിന് ഉണ്ടായിരുന്നത്. മെയിൻ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ മെറിനെ റിപ്ലേസ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുമെങ്കിൽ എന്നെ ഇവരെ റിപ്ലേസ് ചെയ്യല്ലേ എന്നുള്ള ഒരു ഇന്റേണൽ തോട്ട് ഉസോപ്പിന് വന്നു എന്ന് തന്നെ പറയാം. സോ ഈവൻ ദോ അങ്ങനെ ഒരു ഡ്യുവൽ സംഭവിക്കുന്നു, ഉസോപ്പ് ഗ്യാങ് വിടുന്നു, അത് കഴിഞ്ഞ് ഇനീസ് ലോബി വരുന്നു. ലാസ്റ്റ് മിറക്കിളായിട്ട് നമ്മുടെ ഗോയിങ് മെറിയുടെ കണക്കാക്കാൻ പറ്റുന്ന ആ ഒരു ആർക്കിലാണ്. ഈവൻ ദോ ഇനീസ് ലോബിയിൽ എസ്കേപ്പ് ആവുന്നെങ്കിലും സംതിങ് ഇമ്പോസിബിൾ ആണ് സംഭവിച്ചത്. ആ ഒരു ഗോയിങ് മെറി അവിടെ എത്തുകയാണ്. ആരും ലോഞ്ച് ചെയ്തൊന്നുമല്ല, സ്വന്തമായിട്ട് എത്തുകയാണ്. അതൊരു കാനോൺ കൺഫർമേഷൻ ആണ്. ആ ഒരു ഷിപ്പ് സ്പിരിറ്റ് ആണ് ഗോയിങ് മെറീനെ ഗൈഡ് ചെയ്തത് എന്നുള്ളതിന്. ഇനിയിപ്പോൾ ആ ഒരു ബ്രോക്കൺ ബോഡി വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ വാട്ടേഴ്സിലൂടെ നാവിഗേറ്റ് ചെയ്തിട്ട് കാനോൺ ഫയറിനെ ഡോഡ്ജ് ചെയ്ത് എൻറ്റയർ ക്രൂവിനെ സേവ് ചെയ്യുന്നുണ്ട് ഗോയിങ് മെറി. ഇത് സത്യം പറഞ്ഞ ഒരു സർവൈവൽ അല്ല, ഇതൊരു ഫെയർവെൽ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആൻഡ് ഇതേ തുടർന്നാണ് ഗോയിങ് മെറിയുടെ എൻഡ് സംഭവിക്കുന്നത്, ദ ഫ്യൂണറൽ ഓഫ് ദി ഗോയിങ് മെറി. ദ ക്രൂ എന്നാ പറയുന്ന ഒരു വൈക്കിംഗ് ടൈപ്പ് ആയിട്ടുള്ള ഫ്യൂണറലാണ് ഗോയിങ് മെറിക്ക് കൊടുക്കുന്നത്. അതായത് ലൂഫി നമ്മുടെ കത്തിക്കുകയാണ്, ലിറ്ററലി ബേൺ ചെയ്യുകയാണ്. ആ ഒരു ടൈമിലാണ് മെറി ആദ്യമായിട്ട് സ്പീക്ക് ചെയ്യുന്നത്. അതിൻ്റെ ഒരു കാനോൺ ഡയലോഗൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ, ഐ എം സോറി ഐ കുഡൻ ക്യാരി യു ഫർദർ, താങ്ക് യു ഫോർ ലവിങ് മീ, ഐ വാസ് ഹാപ്പി. ഇതാ ഫസ്റ്റ് ടൈം ഇത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ഒരു ഇമോഷണൽ ഒരു സെറ്റപ്പ് തന്നെയായിരുന്നു. ഇത്രയും നമ്മൾ ആ വൺ പീസിലേക്ക്, അതും എർലി ഫേസ് ഓഫ് വൺ പീസിൽ ഒരു ഒബ്ജക്റ്റിനോട്, അതായത് ഒരു കപ്പലിനോട് പോലും നമുക്ക് അത്ര രീതിയിൽ ആ ഒരു കണക്ഷൻ ഉണ്ടാവണമെങ്കിൽ ജസ്റ്റ് ഇമാജിൻ. ഓക്കെ, സോ ആ ഒരു ടൈമിൽ വൺ ഓഫ് ദി എല്ലാ വൺ പീസ് ആനിമെ ഫാൻസിനും അതൊരു ഇമോഷണൽ മൂമെൻറ്റ് തന്നെയായിരുന്നു. ദിസ് ഈസ് വൺ ഓഫ് ദി വെരി ഫ്യൂ ടൈംസ് ആൻഡ് ഇനാനിമേറ്റ് ഒബ്ജക്ട് സ്പീക്ക് കാനോണിക്കലി ഇൻ വൺ പീസ് എന്ന് നിസ്സംശയം തന്നെ പറയാം. അത് സത്യം പറഞ്ഞാൽ ഓടെ അവിടെ ക്ലിയർ ചെയ്യുകയായിരിക്കും, ദ ഗോയിങ് മെറി ഡൈഡ്. സത്യം പറഞ്ഞാൽ ഇത് ഡിസ്ട്രോയ് ചെയ്യല്ല, ഡിസ്കാർഡും ചെയ്യപ്പെട്ടില്ല, ഹാപ്പി ആയിട്ട് പാസ്ഡ് ഓൺ ചെയ്യുന്ന രീതിയിൽ സ്പിരിറ്റ് ഹാപ്പി ആയിട്ട് പോകുന്നത് തന്നെയാണ്. ഇങ്ങനെയാണ് ആ ഒരു ഗോയിങ് മെറിയുടെ എൻഡിങ് അല്ലെങ്കിൽ അവസാനം. സ്ട്രോ ഹാറ്റ് ആയിട്ടുള്ള ലൂഫിയാണ് ഇത് കൊളുത്തുന്നത്, ബാക്കിയുള്ള എല്ലാവരും അവിടെ അടുത്ത് തന്നെയുണ്ട്. അവർ അക്സെപ്റ്റ് ചെയ്യുന്നു, റിയാലിറ്റി വരുന്നു, സ്പിരിറ്റ് സ്റ്റോക്ക് ചെയ്യുന്നു, അങ്ങനെ ഗോയിങ് മെറി അവിടെ കത്തുകയാണ്. ഇനിയിപ്പോൾ ലെഗസി നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ക്രൂവിൻ്റെ അറ്റാച്ച്മെൻറ്റ് ഇവളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ലൂഫിനെ പഠിപ്പിച്ചു എങ്ങനെ ആയിരിക്കണം ഒരു ക്യാപ്റ്റൻ ആവണ്ടേന്ന്. ഉസോപ്പിൻ്റെ സെൽഫായിട്ടുള്ള ഒരു ഗ്രോത്തിനും ഗോയിങ് മെറി കാരണമായി. അതേപോലെ തന്നെ സീ അല്ലെങ്കിൽ കടൽ കൈൻഡ്നെസ് റിമെമ്പർ ചെയ്യുമെന്നുള്ളതിന് ഒരു എക്സാമ്പിളാണ് ഈ പറയുന്ന ഗോയിങ് മെറി. ഇനിയിപ്പോൾ നമുക്കറിയാം നെക്സ്റ്റ് ഷിപ്പായിട്ടുള്ള 1000 സണ്ണി ആണെങ്കിൽ പോലും ഈ ഗോയിങ് മെറിയുടെ അപ്പുറം ലവ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റിൽ ഇതിനൊരു റൈവലില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിന് കാരണം മെറി ഏറ്റവും പെർഫെക്റ്റ് ഷിപ്പായതുകൊണ്ടൊന്നും അല്ല, ബട്ട് ഷി വാസ് ദി ഫസ്റ്റ് വൺ. ഇനിയിപ്പോൾ ചുമ്മാ ഒരു രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു ഡെവിൾ ഫ്രൂട്ട് പവറും ഇല്ല, ഒരു വെപ്പൺസും ഇല്ല, ഒരു ലെജൻഡറി മെറ്റീരിയൽസും വെച്ച് ഉണ്ടാക്കിയതല്ല, സാധാ ഒരു കപ്പൽ. എന്നിട്ടും അവൾ അച്ചീവ് ചെയ്തത് ഒരു വാർഷിപ്പും അച്ചീവ് ചെയ്യാത്ത തരത്തിലുള്ള അഡ്വെഞ്ചർ ആയിരുന്നു. അവളൊരു ഫാമിലിയായി മാറി ഇൻ വൺ പീസ്. അതാണല്ലോ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പവർ ഓഫ് ഓൾ. എനിക്കറിയാം നമ്മുടെ വൺ പീസ് ആകെയിലെ ആദ്യത്തെ ഒരു കാനോണിക് ആയിട്ടുള്ള ഒരു ഇവൻ്റ് അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാളെ ചെയ്ത ആർക്ക് എക്സ്പ്ലനേഷനിൽ നിന്ന് അപേക്ഷിച്ച് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു, ഞാനിതിനെ ക്യാരക്ടർ അനാലിസേഷൻ വീഡിയോ എന്ന് തന്നെ പറയും. കാരണം ഫോർ മീ ഗോയിങ് മെറിയും ഒരു ക്രൂമേറ്റ് തന്നെയായിരുന്നു. ഞാൻ അതിന് ഒബ്ജക്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ് ഇൻട്രോ കൊടുത്തെങ്കിൽ പോലും ഷീസ് എ ക്രൂമേറ്റ് ഫോർ അസ്. സോ ഇതാണ് നമ്മുടെ ഗോയിങ് മെറിയുടെ ഒരു പക്ക കുഞ്ഞ രീതിയിലുള്ള ഒരു കഥ പറയുകയാണെങ്കിൽ. അല്ലാത്ത രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പോകണമെങ്കിൽ എൻറ്റയർ ആ വാട്ടർ 7 സാഗ വരെയുള്ള എൻറ്റയർ ആർക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. കാരണം എല്ലാ ആർക്കിലും ഇവർ കൂടെ ഉണ്ടെന്നേ.
സോ ഒരു കുഞ്ഞൊരു സമ്മറൈസേഷൻ വീഡിയോയിൽ നമ്മുടെ ഗോയിങ് മെറിയെ പറ്റി പറയാൻ പറ്റുന്നതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ഡൗൺ ബിലോ നമ്മൾ അത് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അടുത്ത വൺ പീസ് സാഗയിലെ കുറേ കാനോണിക് ഇവൻസും ആർക്കും സാഗ എക്സ്പ്ലനേഷൻ, ക്യാരക്ടർ എക്സ്പ്ലനേഷൻ ആയിട്ട് വരുന്നതുവരെ ടാറ്റ ബൈ. നെക്സ്റ്റ് വീഡിയോ. ടാറ്റ ഗൈസ്.